ലെഫ്റ്റ് ഓവർ കറി കൊണ്ട് എങ്ങനെ നമുക്ക് പൊറാട്ട ഉണ്ടാകാമെന്ന് നോക്കാം. ഇവിടെ മോന് വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഈ വക എന്തെങ്കിലും തട്ടിക്കൂട്ടുകൾ ചെയ്ത് കൊടുത്താൽ അവൻ സെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരെ പറ്റിക്കാമെന്ന് നോക്കാം. അതേ നേരം ഹെൽത്തിയാണ്, എല്ലാം കഴിക്കുകയും ചെയ്യും. ഇതുപോലെ ഞാൻ മിക്ക കറികളും പച്ചക്കറികളും ബാക്കി വരുന്നതൊക്കെ സെയിം ഇതേ പ്രോസസ്സ് ചെയ്താണ് അവനെ തീറ്റിക്കാറ്. അവൻ സൂപ്പറാണെന്ന് പറഞ്ഞ് കഴിക്കുകയും ചെയ്യും. അത് നിരക്കാതെ കൊടുത്താൽ അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇടാം. ഇന്നിവിടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ നിന്നാണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ആ ഉപ്പേരി നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് അങ്ങോട്ട് നല്ല ചതച്ച് നല്ല രീതിയിൽ തന്നെ അതിനെ സെറ്റാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. അതിൽ ഇച്ചിരി ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഭയങ്കര ഹാർഡായിട്ടും അമർത്തി നമ്മളുടെ സകല ശക്തിയും എടുത്തിട്ടൊന്നും പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നൈസായിട്ട് പ്രസ് ചെയ്ത് നല്ലപോലെ കുറച്ച് നേരം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് റോൾ ചെയ്തായിട്ട് അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഒരു 4-5 ഉരുളകൾ ആക്കിയിട്ട് നമ്മൾക്കത് മാറ്റി വയ്ക്കാം. വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള പൊടിയാണ് എടുക്കണേ അതനുസരിച്ച് വേണം വെള്ളം എടുക്കാൻ. ചില പൊടികൾക്ക് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടപ്പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെള്ളം വേണ്ടി വരുള്ളൂ, അത് വേഗം അലിഞ്ഞു ചേരും. അതേ നേരം നമ്മൾ പൊടിപ്പിച്ചതാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ തന്നെ വേണ്ടി വരും. കുറച്ച് വാം വാട്ടറും കൂടെയും നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നാവും കേട്ടോ. നല്ലപോലെ കുറച്ച് നേരം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് റോൾ ചെയ്തായിട്ട് അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഒരു 4-5 ഉരുളകൾ ആക്കിയിട്ട് നമ്മൾക്കത് മാറ്റി വയ്ക്കാം. ഇനി പൊറാട്ട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ കയ്യിൽ ആ റോള് ഒന്ന് പരത്തിയിട്ട് അത് ഫസ്റ്റ് തന്നെ പൊടിയിലൊന്ന് മുക്കാം. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഭയങ്കര ബലത്തിലൊന്നും വേണ്ട, നൈസായിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചപ്പാത്തി പോലെ തന്നെ സാധാരണ നമ്മൾ റോൾ ചെയ്തിട്ട് അതിൽ ഒരു സ്പൂൺ ഈ കറിയുടെ മിക്സ് എടുത്തിട്ട് നമ്മൾക്ക് അതിലേക്ക് വെക്കാം. ആദ്യം കറക്റ്റ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ആ കറിയുടെ അവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം. എന്നിട്ട് അതിനെ വീണ്ടും ഫോൾഡ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പോലെ നമ്മൾക്ക് ആയിരിക്കും. ഭയങ്കര പെർഫെക്റ്റ് ആവണമെന്നൊന്നും നമ്മൾ പറയണില്ല, നമ്മൾ വീട്ടിൽ കുട്ടികൾക്കല്ലേ ഇത് കൊടുക്കണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പൊടിയിൽ മുക്കുക. വീണ്ടും പൊടിയിൽ മുക്കിയിട്ട് വേണം നമ്മൾ ചപ്പാത്തിക്ക് ഇങ്ങനെ പരത്താൻ. പക്ഷേ ഭയങ്കര മുറുക്കനെ അമർത്തി ഒന്നും പ്രസ് ചെയ്യരുത്. എന്താ വെച്ചാൽ മിക്സ് മുഴുവനും പുറത്ത് വരും. അല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ വരും. അപ്പോൾ വീണ്ടും അവിടെ ആ കറി വന്ന ഭാഗത്ത് കുറച്ച് ഈ പൊടി ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ എന്തായാലും വരും. അത് വേണം, അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണത്. അതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ പരത്തിയിട്ട് നമുക്കത് ചുടാനിടാം. ഒരെണ്ണം ചുടാനിടുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് സൈഡിൽ നൈസായിട്ട് നമ്മൾക്ക് ആക്കി തുടങ്ങാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂ അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഒരു ഭാഗം ഒരുവിധമാകുമ്പോഴേക്കും നമുക്കത് മറിച്ചിട്ടിട്ട് അതിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. വീട്ടിലിവിടെ മൂത്ത മോന് നെയ്യ് അധികം ഇഷ്ടമല്ല, അവൻ്റെ മണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം ബട്ടർ അവന് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ബട്ടർ തേച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിട്ടുകൊണ്ടിരിക്കുക. തീ ഈ സമയത്ത് നമ്മൾ കൂട്ടിയും കുറച്ചും നോക്കി ചെയ്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പഫ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ഗോൾഡൻ കളറാവും. ഗോൾഡൻ കളർ, ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണും. അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയി എന്നുള്ള സമയം കാട്ടണത്. കുറച്ച് നേരം കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾക്കത് വാങ്ങി വയ്ക്കാം. ഇത് തന്നെ സെയിം പ്രൊസീജിയർ നമ്മൾക്ക് ബാക്കി എല്ലാ പൊറാട്ടകളും നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം.
ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ബട്ടറും നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ഉള്ളിൽ കറികളില്ലാണ്ട് വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾക്ക് കഴിക്കാം കേട്ടോ. പ്ലെയിൻ പറാട്ടകളുണ്ടാവും, അങ്ങനെ നമ്മൾക്ക് ചെയ്യാം. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ബട്ടറും നെയ്യും ഒക്കെ ഇടുന്നതല്ലേ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ആഴ്ച ഒരിക്കൽ എന്തെങ്കിലും ഞാൻ ഈ ഇങ്ങനെ വെച്ചിട്ട് പച്ചക്കറി എന്തായാലും കയറുമല്ലോ. ഭക്ഷണം പകുതി മുക്കാലും കുട്ടികൾ കഴിക്കുകയില്ല. എന്തൊക്കെ പാടാണെന്നോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ പറ്റിക്കലൊക്കെ പറ്റിക്കും അവന്. എന്നാലും ഹെൽത്തി ആയിട്ടാവും ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. കൊണ്ടുപോകണ ലഞ്ച് ബോക്സും കാലിയായിരിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്യാം.